കഴിഞ്ഞൊരു ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ, ഹോർമോണൽ ഇംബാലൻസ് എനിക്കുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആ ഒരു ചോദ്യം എല്ലാവരിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഇടയ്ക്ക് ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ മകൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ഡോക്ടറെ. ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, ചിലപ്പം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും അവൾ, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന കാണാം, ചിലപ്പം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് അവൾ വർക്കൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അവൾ പറയുന്നത് അവൾക്ക് ബൈപോളാർ ഡിസോർഡറാണ്. ആക്ച്വലി ഇതൊന്നും അതിൻ്റെ ലക്ഷണങ്ങളല്ല. നിങ്ങളുടെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങിയാൽ നമുക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നമുക്ക് തോന്നും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അതേപോലെ പണ്ടത്തെ നമ്മളിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോവുക, നമുക്കൊന്നും ചെയ്യാൻ ഉത്സാഹമില്ല. പണ്ട് വീടൊക്കെ നല്ല ഒതുക്കി വൃത്തിയാക്കി വെക്കാൻ താല്പര്യമുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെ തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒട്ടും ഉത്സാഹമില്ല, എഴുന്നേൽക്കാനേ തോന്നുന്നില്ല, കിടക്കയിൽ തന്നെ ഒരു അരമണിക്കൂർ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ ആകെ മൊത്തം തെറ്റിയിരിക്കുകയാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ കോർട്ടിസോൾ രാവിലെ വളരെ പീക്ക് ലെവലിലും വൈകുന്നേരം ആകുമ്പം അത് കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഇത് മൊത്തം മാറി തെറ്റിത്തിരിഞ്ഞാൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഭയങ്കര ടയർഡ്നെസ് തോന്നും, ചിലപ്പോൾ നിങ്ങൾ രാത്രിയായിരിക്കും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക. ഇവിടെ ഹോർമോണൽ ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരുടെ പീരീഡ്സ്, മെൻസ്ട്രൽ സൈക്കിൾ. കൃത്യമായിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ അവർക്ക് പീരീഡ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹോർമോൺസ് ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആണ്. ഇനി 15 ദിവസം കൊണ്ട് തന്നെ വീണ്ടും പീരീഡ്സ് ആവുന്നു, അല്ലെങ്കിൽ ഒരു 30-40 ദിവസത്തിന് ശേഷം ഇറഗുലറായിട്ടാണ് അവരുടെ എല്ലാ മന്ത്സും പീരീഡ്സ് ഉണ്ടാവുന്നത്, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസിനെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം, അതായത് മെൻസസിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഭയങ്കര ഇറിറ്റേഷൻസ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, ടയേർഡ്നെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇംബാലൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, ഹെയർ ലോസ് ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ ഫീൽ ചെയ്യുക, ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം തന്നെ ബോഡി തരും. ഇതിനെ കണ്ടറിഞ്ഞ് നമ്മളുടെ ഡയറ്റും നമ്മളുടെ ലൈഫ് സ്റ്റൈലും മൊത്തമായിട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് ബോഡി ഹെൽത്തി ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നൈറ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് 100 days ലൈഫ് സ്റ്റൈൽ കോച്ചിങ് പ്രോഗ്രാമിലാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.